ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്തത്. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയായിട്ട് ചേർത്തത്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 തുള്ളി വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാലും മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 6 കഷ്ണം ബ്രെഡാണ് ഞാൻ എടുത്തുക്കുന്നത്. എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റുകയാണ്. ഇങ്ങനെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല, കാണാൻ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് ഭാഗം ഇതുപോലെ മുറിച്ച് മാറ്റിയിരിക്കണേ. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുകയാണ്. ഇനി ബ്രെഡ് മുട്ടൻ്റെ മിക്സിൽ മുക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ മേലേക്ക് ഒരു ബ്രെഡും കൂടെ മുട്ടൻ്റെ മിക്സിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ബ്രെഡിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗം കൂടെ നല്ലൊരു കളറായി വരുമ്പോൾ അതിൻ്റെ 4 സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് കളർ മാറ്റിയെടുക്കാം. 4 ഭാഗം കൂടെ നല്ലൊരു കളറായി വന്നാൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡിയായി. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ള ബ്രെഡ് മുട്ട ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.